This is something that we need to speak about seriously. We often hear about security breaches, honey traps, and sensitive information leakage by the armed forces personnel, right? People often wonder how trained officers fall into such traps. But you know what? Most of these cases, it does not start with something big. It starts small, casual, careless attitude. Now look at this situation for a moment. A civilian, so-called social media influencer, she takes an army officer's ID card, she calls it her friend's, and flashes it at a toll gate as if it belongs to her. She records it, puts it out as content. A civilian taking an army officer's ID card and using it at a toll gate is not a joke. It's not content. It's not just another reel. It's a punishable offense under 318, 19 and 36 of the BNS. An army ID card is not a prop. It's an official government property. Under the Army Act of 1950, an officer is responsible for safeguarding it at all times. It is not to be handed over to anybody, not to be misused. That army man is also liable for punishment under Army Act section 45, 52 and 63. Today you hand over your ID card at the toll gate. Tomorrow what? Entry to a restricted area? Access to something sensitive? Hand over some critical document to a social media influencer for content? Is that what you do? This particular situation happened in Kerala. If any one of my Malayali friends knows who this army friend is, please let me know. The ADGPI's office has taken cognizance of this and they are probing into the matter. Identify this armed forces personnel will make the enquiry a lot easier and faster. This is about national security. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ സ്റ്റാർ ആവാൻ വേണ്ടി കണ്ടന്റിന് വേണ്ടി പെണ്ണുങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. വന്ന് രാജ്യദ്രോഹ കുറ്റത്തിലേക്ക് കടക്കുന്ന രീതിയിൽ വരെ പറഞ്ഞു വരുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സ്റ്റാറായി നിൽക്കുന്നു പർപ്പിൾ ചേച്ചി എന്നറിയപ്പെടുന്ന ആ താരത്തെക്കുറിച്ചാണ്. അശ്വിനി എന്നാണ് യഥാർത്ഥ പേര്. ഇപ്പോ എന്നെ പറ്റിയിട്ട് ഒരാള് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലീഗലായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതെ അല്ലേ, ഇല്ലീഗലായിട്ട് ഒന്നും ചെയ്യണില്ല അല്ലെ. ഇണ്ണാപ്പുള്ള അറിയില്ലായിരുന്നു. അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണല്ലോ കാർഡ് കൊടുത്ത് വല്ലവരുടെയും പൈസ കൊടുക്കാൻ കഴിയില്ലാത്തതുകൊണ്ട്. ആ ചേച്ചിക്ക് അറിയില്ലെങ്കിലും ആ കാർഡിന്റെ ഉടമസ്ഥന് അറിയാണ്ടിരിക്കില്ലല്ലോ, പ്രത്യേകിച്ച് ഒരു സൈനികനായോണ്ട്. നിയമപരമാണോ അല്ലേ എന്നുള്ളതൊക്കെ. ഡിഫാമേഷൻ കേസ് കൊടുത്ത് ഒരു പയ്യനെ പോലീസുകാരെ കൊണ്ട് തല്ലി ചതപ്പിച്ചു. രാവിലെ ആ പയ്യൻ വീഡിയോ ഇട്ടു, ഉടനടി നടപടിയായിരുന്നു. ഈ പുള്ളിക്കാരിക്ക് എന്തോ എത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ചെറുക്കൻ ശരിയാക്കിയേനെ. അതുകൊണ്ട് വൈകുന്നേരമാണ് ചെറുക്കനെ ശരിയാക്കാനുള്ള സമയം കിട്ടിയത്. ഉള്ള കാര്യം സമൂഹത്തിന് ദോഷകരമായ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന ആളായതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് കൈകാര്യം ചെയ്ത്. ഒരു സാധാരണക്കാരൻ്റെ നെഞ്ചത്തേക്ക് കയറി ആക്രമിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ പുലിവാല പിടിച്ചു. ഒരു റിട്ടയർഡായ സൈനിക ഉദ്യോഗസ്ഥനെ കയറി ചൊറിഞ്ഞു എന്ന് പറയാം. അറിയാത്ത പിള്ള ചൊറിയും പറയുന്നു പറഞ്ഞ പണി മേടിച്ചു. ഈ കാർഡ് കാണിച്ച് ടോളിൽ എടുക്കുന്നു നടക്കുന്ന എല്ലാ സംഭവവും കാറിൽ നിന്ന് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച സൈനികനോട് ഈ പുള്ളിക്കാരി മോശമായാണ് മറുപടി ഇട്ടത്. പെൻഷനായില്ലേ, വീട്ടിൽ നിന്ന് അവനവൻ്റെ കാര്യം നോക്കിയാൽ പോരെ, ഓടോന്നുള്ള പോയി പണി വെക്കാന്നുള്ള രീതിയിൽ. ആൺകുട്ടിയാണ് വിജയ് ഭാർഗവ എന്ന മുൻ സൈനികൻ, യഥാർത്ഥ സൈനികൻ എന്ന് തന്നെ പറയും. അദ്ദേഹം അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ച് പരാതി കൊടുത്തിരിക്കുകയാണ് പർപ്പിൾ ചേച്ചി കാണിച്ച തെറ്റിനെതിരെ. ഗുരുതരമായ തെറ്റാണ് പർപ്പിൾ എന്ന ഈ പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. നാഷണൽ സെക്യൂരിറ്റി വയലേഷനിൽപ്പെട്ടതാണ്. സൈനിക ഉദ്യോഗസ്ഥന്റെ കാർഡ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടുള്ളതല്ല. അദ്ദേഹം പല വകുപ്പുകൾ അതിനെതിരെ പറയുന്നു. അദ്ദേഹം പറയുന്നതെല്ലാം വളരെ വ്യക്തവും വസ്തുതാപരവുമായ കാര്യങ്ങൾ തന്നെയാണ്. ഇതുപോലെ സ്ത്രീകൾ ഇനിയും സൈനികരെ എല്ലാം കൊടുക്കാൻ നോക്കി കാർഡുകൾ കാണിച്ച് ഇത്തരത്തിൽ എന്തെല്ലാം രീതിയിൽ ദുരുപയോഗം ചെയ്യും. രാജ്യത്തിന് മർമ്മപ്രധാനമായ പല രഹസ്യങ്ങളും ചോർത്തിപ്പോയില്ല ആ രീതിയിൽ. അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. ഇത്തരം സോഷ്യൽ മീഡിയ കൃമികൾക്ക് കീടങ്ങൾക്കെതിരെ പ്രതികരിച്ച വിജയ് ഭാർഗവ സാറിന് ബിഗ് സല്യൂട്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. എല്ലാ നാട്ടിലും ആണുങ്ങൾ ഒരുപോലെ ആയിരിക്കില്ല, എല്ലാ സൈനികരും ഒരുപോലെ ആയിരിക്കില്ല. എല്ലാവരും ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഒലിപ്പിച്ചു പോകുന്നതല്ല. രാജ്യത്തോട് കൂറുള്ള സ്നേഹമുള്ള സൈനികരുണ്ട്. സൈനികർ ഉറക്കം കളയുന്നതുകൊണ്ടാണ് നമ്മൾ സുഖമായി ഉറങ്ങുന്നത് എന്നാണ്. ഈ രാജ്യത്തിനുവേണ്ടി ചോര നീരാക്കി ജീവൻ വരെ ബലിയർപ്പിച്ച് നാടിനെ കാക്കുന്ന, നാടിനു വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നവരാണ് സൈനികർ. ഈ പർപ്പിൾ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ചെറുപ്പക്കാരെ പുരുഷന്മാരെ വഴി തെറ്റിക്കുന്ന പൈസ കൊടുത്തുള്ള വീഡിയോസാണ്. നല്ല കാര്യമായിട്ട് അവർക്ക് തോന്നാമായിരിക്കാം, പക്ഷേ സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ ഉള്ള വ്യക്തിയാണ് പർപ്പിൾ. എന്ത് വലിയ യോഗ്യതയാണോ! രാജ്യത്തിന് വേണ്ടി എന്തു വലിയ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. മറ്റുള്ളവരുടെ പൈസ അർദ്ധനഗ്നിയായി സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ നേടിയെടുത്ത് കോടികൾ സമ്പാദിക്കുന്നത്
എന്ത് വലിയ മാന്യതയുള്ള ഒരു പരിധിവരെ മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം മാറ്റിക്കൊടുക്കുകയാണെന്ന് പറയാം. അതാണ് ക്രെഡിറ്റ് ആയി. വിജയ് ഭാർഗവ എന്ന മുൻ സൈനികൻ ഇത്രയും വിവരണത്തോടെയുള്ള ആ തെറ്റിനെതിരായി അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അതിനോട് മാപ്പ് ചോദിച്ചു, അയ്യോ എനിക്കറിയില്ലായിരുന്നു ഈ ഞാൻ ചെയ്തത് തെറ്റാണ്, അങ്ങനെ സൈനികന്റെ ഐ ഡി കാർഡ് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. എന്നിട്ട് അവസാനം മറ്റുള്ളവർക്ക് ഒരു സന്ദേശം, ഉപദേശം, വേറെ ആരും ഇതുപോലെ ചെയ്യരുത് കേട്ടോ എന്ന്. മറ്റുള്ള സൈനികരനാ ഇതുപോലെ മണ്ടത്തരം ചെയ്യുവാണോ, വല്ലവർക്കും കാർഡുകൾ കൊടുക്കുവാണോ? അതുപോലെ ഇത്രയും ഗുരുതരമായ ഒരു തെറ്റ് ചെയ്തിട്ട് പർപ്പിളിനെതിരെ എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല? നേരെ മറിച്ച് പർപ്പിൾ ഒരു പയ്യനെതിരെ കേസ് കൊടുത്തപ്പോഴത്തേക്കും മണിക്കൂറുകൾക്കകമാണ് ആ പയ്യനെ പൊക്കി പൊരിച്ചത്. മറ്റുള്ള ഒരാളുടെ ഐഡന്റിറ്റിയിലല്ല മറ്റുള്ളവർ ജീവിക്കുന്നത്. സ്വന്തം ഐഡന്റിറ്റിയിൽ ജീവിക്കാൻ ആദ്യം സ്വയം ശ്രമിക്കൂ. ഡീഫമേഷനെ കുറിച്ചൊക്കെ വലിയ വായൻ സംസാരിച്ചാണ് പർപ്പിൾ. സൈനികന് അവർ കൊടുത്ത മറുപടി ശരിക്കും പറഞ്ഞാൽ അവർക്കെതിരെ ഡീഫമേഷൻ കേസ് ഫയൽ ചെയ്യേണ്ടതല്ലേ? രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും എല്ലാം ഒഴിഞ്ഞു വെച്ച് രാജ്യസേവനം നടത്തിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുകയല്ലേ ചെയ്തിരിക്കുന്നത്? ശരിക്കും അപമാനിച്ചിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയ വഴി. അതും പർപ്പിൾ ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചതിനാണ്. അദ്ദേഹം വേറെ ഒന്നും അപമര്യാദയായിട്ട് പെരുമാറുമോ മറ്റോ രീതിയിൽ തെറ്റായി അദ്ദേഹം ഒന്നും സൂചിപ്പിച്ചിട്ടുമില്ല.